ഹേ ഗായ്സ്, ഇന്ന് ലീവ് എല്ലാം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിമാരെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചത് തന്നെ എൻ്റെ ഉച്ചിയിൽ വെയിലടിച്ചിട്ടാണ് ഗായ്സ്. എന്നിട്ട് ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ കോഴീനെയും ആട്ടിനെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഗായ്സ്. ആടുകളെ ഇടുന്നത് രണ്ട് സ്ഥലത്തായിട്ടാണ്. കുറച്ച് പേരെ ഇവിടെയും കുറച്ച് പേരെ അപ്പുറത്തെ സൈഡിലുമാണ് ഗായ്സ്. ഇത് കുറച്ച് ആടുകളെ ഇടുന്നത്. ഇത് കോഴിക്കൂടാണ്. ഇതാണ് ഇവിടുത്തെ കോഴികൾ. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആട്ടുംകൂട്. ഇതാണ് ഇവിടുത്തെ പഴയ കോഴിക്കൂടും. ഇവിടെയാണ് രാത്രി ആട്ടുംകുട്ടികളെയൊക്കെ ഇടുന്നത്. രാവിലെ ആകുമ്പോൾ അവരെല്ലാം തുറന്ന് ഈ വേലിൻ്റെ അകത്താണ് ഗൈസ് ഇടുന്നത്. ഇവിടെയാണ് എല്ലാ ആട്ടുംകുട്ടികളും കിടക്കുന്നത്. ഇവിടെയുള്ള ആട്ടുംകുട്ടികൾ നല്ല അനുസരണ ഉള്ളതാണ് ഗൈസ്. നമ്മൾ ഈ ആട്ടുംകുട്ടികളെയൊക്കെ തൊടാൻ വന്നാലും അത് ഓടാതെ അവിടെ തന്നെ നിന്ന് തരും. പിന്നെ ഇതൊക്കെയാണ് ബാക്കിയുള്ള ആട്ടുംകുട്ടികൾ. ഇത് ഒരു തള്ളയാടാണ്. ഇതാണ് ഇവിടെ പുതിയതായിട്ട് ജനിച്ച ആട്ടിൻകുട്ടികൾ. 1 മാസം മാത്രമാണ് ഇതിനൊക്കെ പ്രായമുള്ളത്. ഇവിടെ 10-20ഓളം ആടുകളുണ്ട്. ഇതിനെല്ലാം നല്ല സ്നേഹവും അനുസരണയും ഉള്ളതാണ്. ഉപ്പായെ ഭയങ്കര പേടിയുമാണ് ഇതിനെല്ലാം. ആടുകളെ എല്ലാം കണ്ടിട്ട് ഞാൻ എൻ്റെ മാമാരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. മാമാരെ വീട്ടിലൊരു താറുണ്ട്. ആ താറ് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ മാമ അവിടെ ഇല്ലായിരുന്നു. പകരം മാമാരെ വീട്ടിലൊരു വൈഫൈ ഉണ്ട്. അത് ഊറ്റാൻ വേണ്ടി ഇരിക്കുന്ന 2 കള്ളന്മാരെ ഞാൻ കണ്ടുപിടിച്ചു. ഇതെൻ്റെ കുഞ്ഞുമാരെ മോനാണ്. ഇതെൻ്റെ ഉപ്പാരെ മോനും. ഈ ഷെഡിലിരുന്നാണ് അവർ വൈഫൈ ഊറ്റുന്നത്.